ഹലോ, ഏവർക്കും നമസ്കാരം. ഹൈഡ്രജൻ ഇന്ധനത്തെക്കുറിച്ച് തന്നെ അതിന്റെ മൂന്നാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. ഹൈഡ്രജൻ നിറമില്ലാത്ത, മണമില്ലാത്ത വാതകമാണെന്ന് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഒന്നാമത്തെ മൂലകമാണ്, ഏറ്റവും ചെറിയ ആറ്റമാണ്, സാന്ദ്രത ഏറ്റവും കുറഞ്ഞ വാതകമാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് സ്കൂൾ ക്ലാസ്സുകളിൽ. പക്ഷേ ഇന്ന് മാധ്യമങ്ങളിൽ നോക്കിയാൽ ഗ്രീൻ ഹൈഡ്രജൻ, ബ്ലൂ ഹൈഡ്രജൻ, ഗ്രേ ഹൈഡ്രജൻ, പിങ്ക് ഹൈഡ്രജൻ എന്നൊക്കെ പദങ്ങൾ കാണാം. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ നിറം കൊടുക്കുന്നത്, നിറം പറഞ്ഞ് ഹൈഡ്രജനെ വിശേഷിപ്പിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ വാതകത്തിന്റെ നിറവുമായി അതിനൊരു ബന്ധവുമില്ല. നേരെ മറിച്ച് ഈ ഹൈഡ്രജൻ ലഭിക്കുന്ന സ്രോതസ് എവിടെ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനെയും ഏത് രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനെയും അടിസ്ഥാനമാക്കിയാണ് ഇതിനെ ഈ പേരുകൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ഊഹിക്കാം, ഗ്രീൻ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ആവണം എന്നാണ് അതിന്റെ അടിസ്ഥാനം. ഇതിലെ 3 വിഭാഗമാണ് സാധാരണ എപ്പോഴും കേൾക്കാറുള്ള പേരുകൾ. ഒന്ന് ഗ്രീൻ ഹൈഡ്രജൻ, ഒന്ന് ബ്ലൂ ഹൈഡ്രജൻ, ഒന്ന് ഗ്രേ ഹൈഡ്രജൻ. ആദ്യം ഗ്രീൻ ഹൈഡ്രജൻ എടുക്കാം. അതിന്റെ സ്രോതസ് ജലം തന്നെ, ജലം വിഘടിപ്പിച്ചാണ്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ, അപ്പോൾ എന്ത് വരില്ല, ജലം വിഘടിപ്പിച്ചാൽ കാർബൺ എമിഷൻ ഉണ്ടാവില്ല. അതാണ് ആദ്യത്തെ കാര്യം. 2, എന്താണ്, ഈ ജലം വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊർജം ഏത് നിലയിലുള്ളതായിരിക്കണം? അത് ഒരു റിന്യൂവബിൾ സോഴ്സിൽ നിന്നുള്ളതായിരിക്കണം. അവിടെയും കാർബൺ എമിഷൻ ഒന്നും ഉള്ളതാകാൻ പാടില്ല. അതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പോൾ ഏതൊക്കെയാകാം? നമുക്ക് സോളാർ എനർജി, വിൻഡ് എനർജി തുടങ്ങിയ റിന്യൂവബിൾ സോഴ്സസ് ഉപയോഗിച്ച് ചെയ്യുന്നതിനെയാണ് ആ പേരിൽ അറിയപ്പെടുന്നത്, ഗ്രീൻ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് തന്നെ പലതരത്തിലുള്ളതുണ്ട്. ഒരു 4 തരം ഇവിടെ ഈ ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ബയോളജിക്കൽ മെത്തേഡാണ്. അതിൽ സോളാർ എനർജി ഒന്നുമല്ല, അത് ബാക്ടീരിയകളെ ഉപയോഗിച്ച് ജലത്തെ വിഘടിപ്പിക്കുന്ന, നമ്മൾ ഫോട്ടോസിന്തസിസിന് സമാനമായ ചില റിയാക്ഷൻ, ഫോട്ടോസിന്തസിസിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ചേർത്തിട്ട് നമ്മൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഈ ചെടികൾ അന്നജം ഉണ്ടാക്കുന്നു. ഇവിടെ ഈ ജലത്തെ തന്നെ വിഘടിപ്പിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ചില ബാക്ടീരിയകളൊക്കെ കണ്ടെത്തുകയും വികസിപ്പിക്കുകയും ചില ഈ സൂക്ഷ്മജീവികളെ വികസിപ്പിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചുള്ള ഗവേഷണ മേഖലയാണത്. അപ്പോൾ അത് തൽക്കാലം വിട്ടേക്കാം. പിന്നെ നമ്മൾ എന്താണ്, ഈ സോളാർ എനർജിയോ വിൻഡ് എനർജിയോ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആ വൈദ്യുതി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ജലത്തെ വിഘടിപ്പിക്കുന്നു, ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനെ സ്റ്റോർ ചെയ്ത് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു. ഈ വൈദ്യുത വിശ്ലേഷണത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞതായതുകൊണ്ട് ഇനി അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഒരു മെത്തേഡ് ഉണ്ട്, സോളാർ എനർജി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അത് ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ്, ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്ന മെത്തേഡാണ്, കുറെ കൂടി എഫിഷ്യൻ്റായി ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോഴും അതൊരു കൊമേഴ്സ്യൽ രീതിയിലേക്ക് വികസിച്ചു എന്ന് പറയാറായിട്ടില്ല. അതിന്റെ ഒരു ത്രെഷോൾഡ് ഘട്ടത്തിലൊക്കെയാണ്. ഫോട്ടോകെമിക്കൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. ജലം എന്തിനെ ആഗിരണം ചെയ്താൽ, ലൈറ്റിനെ ആഗിരണം ചെയ്താൽ അത് റിയാക്ട് ചെയ്യില്ല, അത് വിഘടിക്കില്ല. നേരെ മറിച്ച് ലൈറ്റ് ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഒരു വസ്തു, അതൊരു സെമി കണ്ടക്ടർ പോലെയുള്ള ഡിവൈസ് ആകാം, അതുപയോഗിച്ചിട്ട് ഇതിനെ ആഗിരണം ചെയ്ത്, പ്രകാശത്തെ ആഗിരണം ചെയ്ത്, പ്രകാശത്തിന്റെ ഊർജം, ആഗിരണം ചെയ്ത ഊർജം മറ്റ് തന്മാത്രകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് അന്തിമമായി ജലത്തിലേക്ക് മാറ്റി ജലത്തെ വിഘടിപ്പിക്കുന്നു. അതിന് ആദ്യം ഹൈഡ്രജൻ അയോണും OH ഗ്രൂപ്പ് ആ നിലയിലൊക്കെ മാറും. അത് കഴിഞ്ഞ് അത് ഓക്സിജൻ ആവും. ഒരു സ്ഥലത്ത് ഓക്സിജൻ ഉണ്ടാവും, മറ്റേ സ്ഥലത്ത് ഹൈഡ്രജൻ അയോൺ പിന്നെ ഹൈഡ്രജൻ ആയി മാറും. അത് കുറെ ഘട്ടങ്ങളായി നടക്കുന്ന റിയാക്ഷൻ ആണ് ഒരു സെല്ലിന്റെ ഉള്ളിൽ. ആ നിലയിൽ ചെയ്യാം. അതിന് മറ്റു ചില വകഭേദങ്ങളും മെത്തേഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രകാശത്തെ നേരിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ജലത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതി എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് കുറെ കൂടി, ഇലക്ട്രോളിസിസ് ആണ് കുറെ കൂടി വേഗം നടക്കുന്നതായി നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓൾറെഡി നമുക്ക് മെത്തേഡ് എല്ലാം കൃത്യമായി അവൈലബിൾ ആയിട്ടുള്ളത് ഇലക്ട്രോളിസിസ് ആണ്. പക്ഷെ അതിൽ 2 ഘട്ടങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ സോളാർ എനർജി ആയാലും വിൻഡ് എനർജി ആയാലും അതിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റണം, പിന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഇതിനെ വിഘടിപ്പിക്കണം. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പിൽ നമുക്ക് നഷ്ടം ഉണ്ടാകും എന്ന് കൂട്ടിക്കോളും. ഇനി ഒരു മെത്തേഡ് ഉണ്ട്, ഹീറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ വിഘടിപ്പിക്കുക ജലത്തെ. ഹീറ്റ് നല്ല ടെമ്പറേച്ചറിലേക്ക് ഉയർത്താൻ കഴിയണം. ആ ടെമ്പറേച്ചർ ഉൽപ്പാദിപ്പിക്കുക എവിടുന്ന്, സോളാർ എനർജിയിൽ നിന്നോ മറ്റോ അത്രയും ടെമ്പറേച്ചർ ഉൽപ്പാദിപ്പിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും, നമുക്കത് ഉപയോഗിച്ച് കറ്റലിസ്റ്റ് ഒക്കെ വേണം, എന്നാലേ അതിന്റെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അതിനെ ഒരു നമുക്ക് മാനേജബിൾ ലിമിറ്റിലേക്ക് കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് അടുത്ത ഒരു മെത്തേഡ്. അത് അതായത് ഒരു ചിത്രം എന്ന് കരുതിയാൽ മതി. നമ്മൾ ഈ മിറേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വസ്തു എന്ത് ചെയ്യാൻ കഴിയും,
വലിയ ഉയർന്ന ടെമ്പറേച്ചറിലേക്ക് ചൂട് പിടിപ്പിക്കാൻ കഴിയും. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സാധാരണ മരുഭൂമികളിലാണ്. സഹാറയിൽ ചില കമ്പനികൾ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ താർ മരുഭൂമിയിൽ അതിനുള്ള ചില അറ്റംപ്റ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. ഈ ഹീറ്റ് ഉൽപ്പാദിപ്പിച്ച ഒരു സംഗതി എന്ത് ചെയ്യുക, ഒരു മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് ഒരു സാധനത്തെ കൊണ്ടുവരിക. അത് സോഡിയം ക്ലോറൈഡ് പോലെയുള്ള ഉപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിനെ ഉരുക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ അതിൽ ചൂട് നിലനിൽക്കുന്നു. ആ ചൂടിനെ പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് വൈദ്യുതിയാക്കി മാറ്റാനും ഒക്കെ അറ്റംപ്റ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഗവേഷണ മേഖലയാണ്. അതൊന്നും ഒരു കൊമേഴ്സ്യൽ സ്കെയിലിലേക്ക് എത്തിയിട്ടില്ല എന്ന് കാണണം. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ചൂട് ഉപയോഗിച്ച് അവിടെ എന്ത് ചെയ്യുക, ഇത് ഉൽപ്പാദിപ്പിക്കുക. ഏത് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുക. ഹൈഡ്രജനെ നമുക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമല്ലോ എന്ന നിലയിലാണ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയും. ഈ മെത്തേഡിനെയൊക്കെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നു. ഇനി നമ്മൾ ബ്ലൂ ഹൈഡ്രജൻ എന്താണെന്ന് വെച്ചാല്, നേരത്തെ അവിടെ കുറച്ച് കാർബൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രകൃതിവാതകത്തിൽ നിന്ന്, നാച്ചുറൽ ഗ്യാസിൽ നിന്നാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. നാച്ചുറൽ ഗ്യാസ് മാത്രമല്ല, അതിനെ ജലവുമായി കലർത്തി എന്നിട്ടാണ് ആ റിയാക്ഷൻ ചെയ്യുന്നത്. സ്റ്റീമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ഉടനെ സ്റ്റീമും നാച്ചുറൽ ഗ്യാസും ചേർത്ത് നമ്മൾ അത് ഹൈഡ്രോഫോമിംഗ് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടും, റിഫോമിംഗ് എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടും. അപ്പോൾ എന്ത് പേര് എന്നുള്ളതല്ല, അവിടെ ഉണ്ടാകുന്നത് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും അന്തിമമായിട്ട് അവിടെ ഉണ്ടാകും. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനെ എന്ത് ചെയ്യുക, ബ്ലൂ ഹൈഡ്രജൻ എന്ന് വിളിക്കണമെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് ഭൂമിക്കടിയിലേക്ക് കംപ്രസ് ചെയ്ത് പമ്പ് ചെയ്യും. അതാണ് ഈ പറയുന്നത്. പക്ഷെ ഇതിനെ പമ്പ് ചെയ്യുന്നത് ഒരു 100% വിജയകരമായി എവിടെയും അച്ചീവ് ചെയ്തിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു വസ്തുത. എന്തുകൊണ്ടെന്നാൽ അത് പ്രയാസകരമായ ഒരു ദൗത്യമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം, ഒരു സംഗതി. 50% വരെയൊക്കെ ഇങ്ങനെ സെൻട്രലൈസ്ഡ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ, ആഗിരണം ചെയ്ത് ഭൂമിക്കടിയിലേക്ക് പമ്പ് ചെയ്തിട്ടുള്ളൂ. പമ്പ് ചെയ്താലും ആ സ്റ്റോറേജ് എത്ര കാലം നിൽക്കും, പിന്നീട് അത് ലീക്കേജ് ഉണ്ടാവുമോ, വലിയ ഖനികളൊക്കെ ഉണ്ടല്ലോ, ഉപയോഗം കഴിഞ്ഞ ഖനികൾ, അതിലേക്കൊക്കെയാണ് ഇത് പമ്പ് ചെയ്യുന്നത്. ഭൂഗർഭ അറകളിലേക്കാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഉന്നത മർദ്ദത്തിൽ പമ്പ് ചെയ്ത് കയറ്റാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനാണ് ബ്ലൂ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി ആ റിയാക്ഷനെ കുറിച്ച് നമ്മൾ നേരിയ തോതിലൊന്ന് അറിയണം. എന്താണ് ഈ നാച്ചുറൽ ഗ്യാസ് കൊണ്ട് നടത്തുന്ന റിയാക്ഷൻ എന്നുള്ളത്. ഇതാണ് അതിന്റെ ഒരു സെറ്റപ്പ് ആണ്. ഇത് സ്റ്റീമും ഇതും കൂടി കടത്തിവിടുക. ഹൈ ടെമ്പറേച്ചർ വേണം, ഫ്ലെയിം വേണം, കാറ്റലിസ്റ്റ് വേണം. നിക്കലാണ് ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിരുന്നത്. അത് തന്നെ നിക്കൽ കാറ്റലിസ്റ്റ് ഫോമിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട്. പിന്നെ നിക്കലിന് പകരം കുറെ കൂടി ബെറ്ററായ കാറ്റലിസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. റുത്തീനിയം എന്നൊക്കെ വിളിക്കുന്ന റെയർ എർത്ത് ആണ്, പക്ഷെ അതൊക്കെ കോസ്റ്റ്ലി ആണ്. പിന്നെ അത് കൂടാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അലൂമിനയിലായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. വേറെ പ്രൊമോട്ടർ എന്ന് പറയുന്ന വസ്തുണ്ട്. അപ്പൊ അത് കോംപ്ലക്സ് ആയ കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ മാത്രം, സ്റ്റീം മീഥേൻ റിഫോമിംഗ് എന്നൊക്കെ പറയുന്നതിനെ അന്ന് സൂചിപ്പിക്കാൻ മാത്രം ഞാനിത് ഈ ചിത്രം കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇതേക്കുറിച്ച് പറയാം. ഇതാണ് മീഥേൻ എന്ന് പറയുന്ന വാതകമാണ്, CH4 എന്ന് പറയുന്ന വാതകമാണ് പ്രധാനമായിട്ടുള്ളത്. അത് ജലവും ചേർന്ന് അതിന് വേണം കാറ്റലിസ്റ്റ്, സൂചിപ്പിച്ചല്ലോ കാറ്റലിസ്റ്റ് കാര്യങ്ങളൊക്കെ വേണം. അത് ഹീറ്റ് ആഗിരണം ചെയ്യുന്ന എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട റിയാക്ഷൻ ആണ്. കൊടുക്കുന്നതിൽ ഒരു ഭാഗമേ ആ മോളിക്യൂളിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ആഗിരണം ചെയ്ത് അത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് ആദ്യം ഉണ്ടാകുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് പിന്നീട് വീണ്ടും സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യിക്കാം. എന്നിട്ട് അത് എന്ത് ചെയ്യാം, അന്തിമമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ആവും. അത് കുറച്ച് എനർജി പുറത്തേക്ക് വരുന്നതാണ്. ആകെ കൂടി എനർജി അത് ആഗിരണം ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഊർജം കൊടുക്കണം, കാറ്റലിസ്റ്റ് വേണം, അങ്ങനെ പല തന്നെയല്ല, മർദ്ദം നല്ല മർദ്ദത്തിൽ വേണം. ഏതാണ്ട് 5 അറ്റ്മോസ്ഫിയർ മുതൽ 25 അറ്റ്മോസ്ഫിയർ വരെയൊക്കെ ഉള്ള മർദ്ദം ഉപയോഗിച്ചിട്ടുമാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു എനർജി സ്പെൻഡിങ് പ്രോസസ് ആണ്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നു. പക്ഷെ ഈ പ്രോസസ് ഒക്കെ ചെയ്യാൻ എന്ത് വേണം, മിക്കവാറും ഫോസിൽ ഫ്യൂവലിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ചിട്ടുള്ള എനർജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത് ഈ സോഴ്സിൽ നിന്ന്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, എന്താണ് ഗ്രേ ഹൈഡ്രജൻ. ഗ്രേ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, ഈ പറഞ്ഞ സംഗതി നാച്ചുറൽ ഗ്യാസിൽ നിന്ന് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു, ആ വാതകം പുറത്തള്ളുന്നു. അപ്പൊ സെൻട്രലൈസ്ഡ് ആയിട്ട് അത് ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ സെൻട്രലൈസ്ഡ് ആയിട്ട് അത് ചെയ്യുമ്പോൾ നമ്മളിപ്പോ മറ്റ് ഫോസിൽ ഇന്ധനങ്ങൾ പല ദിക്കില് പല ആവശ്യങ്ങൾക്കായിട്ട് കത്തിച്ച് ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഒരിടത്ത് കത്തിച്ച് ഉപയോഗിക്കുന്നു, അവിടുന്ന് ഹൈഡ്രജൻ കൊണ്ടുപോകുന്നു. അപ്പൊ അതിൽ മൊത്തം എമിഷനിൽ ഒരു ചെറിയ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാകും. പിന്നെ എല്ലായിടത്തും പൊല്യൂഷൻ വരില്ല. ഇവിടെ ഈ നാച്ചുറൽ ഗ്യാസ് ബേൺ ചെയ്യുന്നത് കൊണ്ട് എന്ത് വരില്ല, മറ്റ് കാർബൺ പാർട്ടിക്കിൾസും മറ്റ്
പൊളൂട്ടൻസും അധികം ഉണ്ടാവില്ല എന്നതൊക്കെ ഉള്ളൂ മെച്ചം. അത് വലിയ വലിയ ഒരു കാൽവയ്പല്ല ഗ്രേ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഗ്രേ ഹൈഡ്രജൻ നമ്മള് വ്യാവസായിക ആവശ്യത്തിന് ഹൈഡ്രജൻ പല ആവശ്യങ്ങൾക്ക് വേണം. അതിനായി ഗ്രേ ഹൈഡ്രജൻ എത്രയോ കാലമായി ഉത്പാദിപ്പിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ അതിനെ ഗ്രേ ഹൈഡ്രജൻ എന്ന് പറയുന്നു. ഇനി ഇത് കൂടാതെ ചില ടോർക്കിസ് ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞ സംഗതിയുണ്ട്. അതും ഈ നാച്ചുറൽ ഗ്യാസിൽ നിന്നാണ്. ആ ടോർക്കിസ് എന്ന് പറഞ്ഞ കളർ എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കൃത്യമായി പറഞ്ഞു തരാൻ അറിയില്ല. ആ ഈ നമ്മുടെ റെഡ് കളറിനോട് സാമ്യമുള്ള ഏതോ ഒരു കളറാണ്. എന്തോ ആയിക്കോട്ടെ എന്നെനിക്ക് തോന്നുന്നു, അത്രേ പറയാൻ കഴിയും. ആ അത് എന്താ വെച്ചാല് ഈ മീഥേനെ ഹീറ്റ് കൊണ്ട് ഡീകമ്പോസ് ചെയ്യുന്ന ചില കറ്റലിസ്റ്റ് ഒക്കെ വേണം. ഡീകമ്പോസ് ചെയ്ത് കാർബണും ഹൈഡ്രജനും ആക്കുന്നു. അപ്പൊ കാർബൺ എന്താണ് സോളിഡ് ആണ്. അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പ്രയാസമില്ല. അന്തരീക്ഷത്തിലേക്ക് വികിരണം ചെയ്യുന്നില്ല, ഹൈഡ്രജൻ കളക്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ അവിടെ പക്ഷെ അവിടെ ഹീറ്റ് വേണം. ഹീറ്റ് കൊടുക്കുന്ന ഹീറ്റിന് വേണ്ടിയിട്ട് ഫോസിൽ ഇന്ധനം തന്നെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി സോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അത് വേറെ കാര്യം. പക്ഷെ ഈ മീഥേനെ എന്താക്കി മാറ്റുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ തീരെ ഉണ്ടാകാതെ ചെയ്യാൻ കഴിയും ആ നിലയിൽ. അപ്പൊ ഇതൊക്കെയാണ് മെത്തേഡ്. ഇനി നമ്മൾ ചിലപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, എന്തിനാണ് നമ്മൾ ഈ സോളാർ എനർജി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ജലത്തെ വിഘടിപ്പിച്ച് എന്താക്കുന്നത് ഹൈഡ്രജൻ ആക്കി അത് കൊണ്ടുപോയി വീണ്ടും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്? അപ്പോൾ സോളാർ എനർജി എന്നുള്ള ഇലക്ട്രിസിറ്റി നേരിട്ട് അങ്ങ് ഉപയോഗിച്ചാൽ പോരെ എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷെ എന്താ വെച്ചാല് സോളാറിൽ നിന്നോ വിൻഡിൽ നിന്നോ ആയിക്കോട്ടെ, ഗ്രീൻ എനർജി ഉത്പാദിപ്പിക്കുന്നത് ഏത് സമയത്തെ നമുക്ക് അത് ഉത്പാദിപ്പിക്കാൻ കഴിയുള്ളൂ? അത് ഉത്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സോളാർ ലൈറ്റ് കിട്ടുന്ന പകൽ സമയത്ത് മാത്രമേ അത് ഉത്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഊർജാവശ്യം പിന്നീടാണെങ്കിലോ, ഇനി ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ട്രെയിനിന്റെ കാര്യം നമ്മൾ കണ്ടുവല്ലോ, അല്ലെങ്കിൽ കപ്പലായിക്കോട്ടെ, കപ്പലിലൊക്കെ ഭാവിയിൽ ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ, മനുഷ്യരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയാം. അപ്പോ എന്ത് ചെയ്യാം, ഈ റിന്യൂവബിൾ എനർജി ലഭ്യമായ സമയത്ത് അത് പരമാവധി എടുത്തിട്ട് എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്യുന്നത് ഹൈഡ്രജൻ രൂപത്തിൽ. ഊർജം സ്റ്റോർ ചെയ്യുന്ന ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ ഹൈഡ്രജൻ എന്ന് ഇവിടെ പറയുന്നത്. കാരണം നമുക്ക് വേറെ സ്റ്റോർ ചെയ്യാൻ, ഈ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ ഒരു മാർഗമേ അറിയുള്ളൂ, ഈ പലതരം സെല്ലുകള്. അതിനൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഒരു ലൈഫ് ടൈം ഉണ്ട്, എത്ര സൈക്കിൾ അത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഉണ്ട്. പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടുന്ന പൊള്യൂഷൻ, മറ്റു പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ബാറ്ററി സ്റ്റോറേജ് എന്നുള്ളത് ഒരു വലിയ ചെറിയ ചെറിയ ലോക്കൽ ആവശ്യങ്ങൾക്ക് അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. വൻതോതിലുള്ള ആവശ്യത്തിന് അത് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കരുതുന്നത് ബാറ്ററി വെഹിക്കിള് ചെറിയ കാറിനൊക്കെ ഉപയോഗിച്ചു തുടങ്ങി, നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഹൈഡ്രജൻ രൂപത്തിൽ സ്റ്റോർ ചെയ്താൽ അത് ദീർഘകാലം സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ, പ്രയാസമില്ല. മറ്റേതുപോലെയല്ലോ, സെല്ല് പോലെയല്ലല്ലോ, ദീർഘകാലം നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാം, എന്നിട്ട് ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ റാഷണൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ സ്റ്റോറേജ് വളരെ ഈസിയായ കാര്യമല്ല, അത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പ്രശ്നങ്ങളെ നേരിട്ടേ ഹൈഡ്രജന്റെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി ഒരു തരം ഹൈഡ്രജനെ കുറിച്ച് കൂടി സംസാരിക്കാനുണ്ട്, പിങ്ക് ഹൈഡ്രജൻ. അതൊരു ഇത്തിരി ലോങ് ആയി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അത് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിയിരിക്കുന്നു. പിങ്ക് ഹൈഡ്രജനെ കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം, സംസാരിക്കാം. ബൈ.